കല്യാണ വീടുകളിൽ ബിരിയാണി കബ്സ പോലുള്ള റൈസുകളോടൊപ്പം സെർവ് ചെയ്യുന്ന ഒരു അച്ചാറില്ലേ, മുന്തിരി അച്ചാർ. അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് അത്. അപ്പം ഞാനത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. നന്നായി ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുന്തിരി ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നോക്കേണ്ടതാണ്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ആ മുന്തിരി ചൂടായി വരുമ്പോൾ അതിങ്ങനെ വീർത്ത് വരുമ്പോൾ അത് കോരിയെടുക്കണം. എണ്ണയിൽ തന്നെ കൂടുതൽ സമയം വെച്ചാൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടെടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുളി നല്ല വേണ്ടവർക്ക് ആ പുളിയുടെ കുരുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പുളിയുടെ കുരു ഇടാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഓവർ പുളി ഇഷ്ടമുള്ളവർക്കാണിത് കുരു ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബെല്ലം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ബെല്ലത്തിൻ്റെ അളവും നമുക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ മധുരം വേണ്ടവർ വെല്ലം കൂട്ടിയിടാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു വെല്ലം മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെല്ലം നല്ല രീതിയിൽ അതിലൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് അതിനൊന്ന് കുറുക്കി എടുക്കേണ്ടതാണ്. വെല്ലം അത് കൂട്ടി വെച്ച് കരിയിക്കാവുന്നതല്ല. ഇത് നല്ല തിളച്ച് കുറുക്കി വരുന്നതാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്നിങ്ങനെ കുറുക്കി വരുന്നതാണ്. ഇതിൽ ഓവർ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇത്ര നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടൊന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരി ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് എരിയും പുളിയും മധുരമൊക്കെ കയറണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറുന്ന വരെ വെക്കാം. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മധുരവും എരിയൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആകുമ്പോൾ കുറച്ചുകൂടി നേരം ഇരുന്ന് വേവെന്നുള്ളൊരു ഇതിൽ കുറച്ചുകൂടി മുമ്പ് ഓഫാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യുക. ഇത് ആയോ എന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും മേലെ. ഇതിൽ കാണുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുന്തിരി അച്ചാർ ഇവിടെ റെഡിയാണ്. നമുക്കതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാൻ. അതിൽ തന്നെ വെച്ചാൽ അത് കുറുകി വെള്ളം ഇട്ടുകൊണ്ട് തന്നെ അതൊരു കട്ട രൂപത്തിലാവും. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണ അതിൽ കിടക്കണത് കാണാം കേട്ടോ. നമുക്ക് കോരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണ ചട്ടിയിലായിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോരി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി മുന്തിരി അച്ചാർ ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ.